അമേരിക്ക, റഷ്യ, ജപ്പാൻ. ഇപ്പം ഇവർ പറയും അമേരിക്ക റോക്കറ്റ് വിട്ടു, പോയി. റഷ്യ റോക്കറ്റ് വിട്ടു, പോയി. ജപ്പാൻ റോക്കറ്റ് വിട്ടു, അടുത്ത ആൾ പറയും പോയി. ഇന്ത്യ റോക്കറ്റ് വിട്ടു, താഴോട്ട് വിട്ടു. അങ്ങനെ പണ്ട് റോക്കറ്റ് തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്തോ ബഹളമായിരുന്നു. പിള്ളേർക്ക് അറിയത്തില്ല. സ്കൈലാബ് ഓർമ്മയുണ്ടോ? ഇത് താഴോട്ട് വരും. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. നമ്മൾ വിട്ടതെല്ലാം ഇവിടെ പോയി, മേളിൽ പോയി. അപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയതോ ഉപഗ്രഹം ചൊവ്വായി പോയതോ ഒന്നുമല്ല അത്ഭുതം. ഈ പ്രപഞ്ചം എത്ര നിഗൂഢമാണ്! ഈ പ്രപഞ്ചം ഭയങ്കര നിഗൂഢമാണ്. അടുത്തിടയ്ക്ക് നാസയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇല്ലായിരുന്നു. നിഗൂഢമായ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വലിപ്പങ്ങൾ ഇന്നും മനുഷ്യന് മനസ്സിലായിട്ടില്ല. ആ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ മനുഷ്യനെ തേടി ആരായിട്ട് വന്നു? മനുഷ്യനായി. കണ്ടോ, ദൈവം മനുഷ്യനെ തേടിപ്പോയതല്ല. ദൈവം ആരെ തേടി വന്നു? മനുഷ്യനെ തേടി വന്നു. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം എടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പോകുന്നു ലാക്കിലേക്കു പാടുക, പോകുന്നു. ആറുവാൻ കണ്ടോ, ഈ ക്രൂശ് ദൈവം മനുഷ്യനെ തേടി വന്നു. മനുഷ്യൻ ദൈവത്തെ തേടി പോകുന്നുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ. എന്നാൽ എൻ്റെ പ്രിയരെ അറിയണം, ഈശ്വരൻ ദൈവം മനുഷ്യനെ തേടി വന്നു. മനുഷ്യനെ തേടി വന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന് പേര്. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. ഉത്സാര ഭയത്താ മുമ്പോട്ട് പോകട്ടെ. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെട്ട് ജീവിച്ചു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വരുന്നുണ്ട്. പിന്നെ 30 കാണുക. ചരിത്രം പറയുന്നു, വിശ്വസിക്കപ്പെടുന്നു. ഇടക്കാലങ്ങളിൽ എവിടാ? അച്ഛൻ്റെ പണിയാ, അധ്വാനിക്കുക. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കർത്താവിനെ. ഇന്നത്തെ പിള്ളേർക്ക് പല കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല. 10, 17, 18 വയസ്സായ പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കും, ചെറിയ കൊടുക്കും. അതിനകത്തൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യും. കാശുള്ള വീട്ടിലെ പിള്ളേർ വരെ കാറ്ററിങ്ങിനൊക്കെ പോകും. 10, 500, 600 രൂപ കിട്ടും. ഞാൻ പല കൊച്ചുങ്ങളും ചോദിച്ചിട്ടുണ്ട്, എന്തോ ചെയ്യാനാ? റീചാർജ് ചെയ്യും. പിന്നെന്തോ ചെയ്യാനാ? പെട്രോൾ അടിക്കും. പിന്നെന്തോ കറങ്ങണം, പെട്രോൾ അടിക്കണം എന്നല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ല. ഉണ്ടോ? ഇല്ല. അതിനത്ര കാര്യമുള്ളൂ. എങ്ങനെയെങ്കിലും കറങ്ങുക, വൈകിട്ടൊരു കുഴിമന്തി അടിക്കുക. ഈ പിള്ളേരെല്ലാം കൂടെ കുഴിമന്തി അടിച്ചടിച്ച് അവരുടെ കുഴിമാന്തുക എന്നുള്ളത് സത്യം മനസ്സിലാക്കണേ പ്രിയരെ. മാസത്തിൽ ഒരിക്കൽ കൂടുതൽ കഴിക്കരുത് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ എട്ടപാട് തെറ്റിപ്പോൾ. ഞാൻ 2 ദിവസം അടുപ്പിച്ച് ഈ സാധനം പോയ വഴിക്ക് കഴിക്കേണ്ട വന്നു. എൻ്റെ പൊന്നെ, ഞാൻ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ പൊന്നിനോട് പറയുക, വീട്ടിൽ വെക്കുന്ന വല്ലതൊക്കെ കഴിച്ചോണേ. ഇതെല്ലാം അഴുക്കുക. വല്ലപ്പോഴും വെല്ലം കഴിക്കാമെന്നല്ലാതെ ഇതൊന്നും സ്ഥിരം കഴിക്കാൻ കൊള്ളില്ല. നോക്കണം, വീട്ടിൽ വെക്കുന്ന കഴിക്കണം, അമ്മ തരുന്ന കഴിക്കണം. പോട്ടെ, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ലക്ഷ്യബോധം ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ ഗുരു എന്തോ ചെയ്യാനെന്നറിയാമോ? തച്ചനായിരുന്നു, മരപ്പണിക്കാരനാ, അധ്വാനിച്ചു. ആ നല്ല പ്രായത്തിൽ കഷ്ടപ്പെട്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുക, ഹി വാസ് ദ മാർക്സിസ്റ്റ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വാന്ന് പറയാൻ കഴിഞ്ഞ എന്താ? തോള് ഭാരം ചുമന്നൊരു ഗുരുവുണ്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. ഇന്നും അധ്വാനിക്കുന്നവൻ്റെ ശരീരവേദന അറിയാവുന്ന ഒരുവനുണ്ട്. അധ്വാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രാവിലെ പകലന്തിയോളം അധ്വാനിച്ച് ദേഹം മുഴുവൻ വേദനയായി കിടക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചി, കർത്താപ്പച്ച വയ്യാന്ന് പറയുമ്പോൾ അടുത്ത് വന്നിരുന്ന് സുഗന്ധതൈലം കൊണ്ട് തലോടുമായിരുന്നെന്ന്. അധ്വാനിക്കുന്നവൻ്റെ വേദന അറിയുന്ന ഒരു ഗുരുവുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുവാ. സാക്ഷാൽ വേദന അറിഞ്ഞവൻ. 30ാമത്തെ വയസ്സ് വരെ വീണ്ടും കാണുന്നു. 30ാമത്തെ വയസ്സ് വരെ ആർക്ക് കീഴ്പ്പെട്ടിരുന്നു? മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മക്കളറിയണേ, അല്ല, തൻ്റെ അവസാനം വരെ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. മരണത്തിൻ്റെ തലേദിവസവും തൊട്ടു മുമ്പും പറയുന്നു, എൻ്റെ എലോഹി എലോഹി ലമ്മ
ശബക്താനി. ഒടുവിൽ പറഞ്ഞ്, പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ച യേശു 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. നന്മ മാത്രം ചെയ്തു മക്കളെ, നന്മ മാത്രം ചെയ്തു. എന്നിട്ടും 33 തിരുവയസ്സിൽ ഒരു സൺഡേ അവർ പാടി, ഹോശന്ന പാടി. അടുത്ത ദിവസം അവർ പറയുന്നു ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ആ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗതസമ്മനിയുടെ രാത്രി വല്ലാത്ത നൊമ്പരം. ശിഷ്യരെ കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹിച്ച 3 ശിഷ്യർ ആരാ? പത്രോസും യാക്കോബും യോഹന്നാനും. എന്തിനാ? പച്ച മനുഷ്യനാ. ഈ മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അറിയണം. മനുഷ്യരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം ചാകുമ്പോൾ പ്രിയമുള്ളവരടുത്ത് വേണം. അതുകൊണ്ടാണ് ചിലരെങ്കിലുമൊക്കെ പഴയ കാലത്ത് ഗൾഫിൽ കയറ്റിവിട്ടിട്ട് ഒരുത്തനെ ഇവിടെ നിർത്തും. എന്തിനാ? ചാകുമ്പം അടുത്ത് നിൽക്കുക. ചേട്ടന്മാർ പറയും നീ ഇവിടെ ഇന്നോ, നിനക്കുള്ളതല്ല ഞങ്ങൾ തന്നോളാം. അവർ കൊടുക്കത്തില്ല. എന്നാലും ഈ പിള്ളേരെ നോക്കി, അപ്പനെ നോക്കി ഇന്നൊന്നും ദോഷവും വരത്തില്ല. അടുത്ത് ഇന്നും ജോലി കളഞ്ഞു വന്ന പിള്ളേരെ എനിക്കറിയാം, അപ്പനെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേർ. എന്നാലും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു കാര്യമുണ്ട്. തളർന്നു പോയ അമ്മയെ നോക്കാൻ UK ജോലി കളഞ്ഞു വന്നൊരു കൊച്ചിനെ കണ്ടു. അവൻ രാത്രി 1 മണിയായപ്പം തളർന്നു പോയ അമ്മയെ വണ്ടിയെ കയറ്റി വെച്ചൊരു നൈറ്റിയൊക്കെ ഉടുപ്പിച്ച് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഹോണടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചാരാ? കോവിഡിൻ്റെ ആ സമയം കഴിഞ്ഞ ആ ഒരു സമയങ്ങളിലാണ്. അമ്മ തളർന്ന് കിടക്കുക. അമ്മയ്ക്കൊരാഗ്രഹം മനുഷ്യനെയും ഒന്ന് രാത്രി പുറത്തിറങ്ങണം. പകൽ കൊണ്ടുപോകാൻ പാടാ, കാരണം ഡ്രസ്സൊക്കെ പ്രോപ്പർ ഇടാൻ പാടാ. ഒരു നൈറ്റി ഇട്ട് പ്രിൻസിപ്പാളുടെ പ്രസവം കേൾക്കുമ്പോൾ പാർശ്വി ഒന്ന് കാണണം, ഒന്ന് ഇറങ്ങി വന്ന് കാണാം. അമ്മയ്ക്ക് കാണാനാ. ഞാൻ ചോദിച്ചു നീ എവിടെ പോകും? ചുമ്മാ ഒരു 10-30 മൈൽ ഒന്ന് ഓടിക്കണം. അമ്മയും കൊണ്ട് സന്തോഷം തോന്നി. ഒരു കുഞ്ഞ് അമ്മയും കൊണ്ട് നടക്കുന്നില്ലേ? അപ്പോൾ നോക്കണേ എൻ്റെ പൊന്നു പ്രിയരെ, മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ച ക്രിസ്തു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഈ മനുഷ്യരുടെ ആഗ്രഹം എന്താ? സ്നേഹിക്കുന്ന ഒരു കൂടെ വേണം. മരിക്കുമ്പോൾ പ്രാണവേദനയാ, മരണവേദനയാ. അവരോട് പറഞ്ഞു കൂടെ നിന്നിരിക്കാമോ? അവർ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. ഒറ്റയ്ക്കായി. പിതാവിൻ്റെ സാന്നിധ്യം ദൂതന്മാരെ അയച്ചു. അവരെ അറസ്റ്റ് ചെയ്തു. ആ രാത്രി 3 മതകോടതി വിസ്തരിച്ചു. അന്നാസും കയ്യഫാവും സന്നദ്ധി സംഘവും വിസ്തരിച്ചു. കുറ്റം വല്ലതും കണ്ടോ? ഇല്ല. രാത്രിയിലായിരുന്നു മതകോടതിയുടെ വിസ്താരം. അവിടെ ഒത്തിരി തെറ്റുകൾ നടക്കുന്നുണ്ട്. രാത്രി കോടതി ഉണ്ടോ? ഇല്ല. അടിയന്തര അവസരമല്ല, രാത്രി കോടതിയില്ല. 2, കോടതിയിൽ പ്രതിയെ കൊണ്ടുവരുമ്പം കുറ്റപത്രം വായിക്കണം. വായിച്ചോ? ഇല്ല. 3-ാമത്തെ കാര്യം, കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കയ്യേറ്റം ചെയ്തു. 4-ാമത്തെ ഒരു കാര്യമാണ്, പ്രതിക്കെതിരെ സാക്ഷികളെ കൊണ്ടുവരണം. അവർ പരസ്പരം കേൾക്കപ്പെടാതെ വിസ്തരിക്കുകയും കുറഞ്ഞത് 3 സാക്ഷിയുടെയെങ്കിലും മൊഴികൾ ഒത്തുവരികയും ചെയ്യണം. സാക്ഷിമൊഴികൾ ഒത്തുവന്നോ? ഇല്ല. എന്നിട്ടും അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം. ഇനി ആരുടെ അനുവാദം വേണം? രാഷ്ട്രീയ കോടതിയുടെ അനുവാദം വേണം. തെളിവ്, നമ്മൾ ഇന്ന് പള്ളി കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാലും എവിടെ രജിസ്റ്റർ ചെയ്യണം? പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം. പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ട്. കത്തോലിക്കലൊക്കെ സഭാ കോടതിയുണ്ട്. അനൽമെൻറ്റ് ചില മാരേജിന് കൊടുത്താലും എവിടെ നിന്നുള്ള ഇത് വേണം? കുടുംബ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാതെ ഒരാൾക്ക് സെക്കൻഡ് മാരേജ് നടത്താൻ ഒക്കത്തില്ല. പിന്നെ ആരാവും? വിവാഹ തട്ടിപ്പ് വീരനാകും. അപ്പോൾ എന്താണ്? കോടതിക്ക് കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ ശിക്ഷ ഇവർക്ക് വിധിച്ചെങ്കിലും നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ലോക കോടതിയുടെ ഗവൺമെൻറ് അംഗീകാരം വേണം. റോമാ ഗവൺമെൻറ് പിലാത്തോസിൻ്റെ അടുക്ക കൊടുത്തു. പിലാത്തോസ് മൊത്തം പഠിച്ചു, ഒരു തെറ്റും കണ്ടില്ല. ഇനി എന്താ വഴി? പ്രതി ഏത് പ്രവിശ്യയിലെയാണ്? അവിടുത്തുകാരനെ ആ പ്രതിയിലെ ഗവർണറെ വിസ്തരിക്കാം. ഹെരോദാസ് വന്നിട്ടുണ്ട്, യെരുശലേമിലുണ്ട്. വിട്ടു അങ്ങോട്ട്. അദ്ദേഹം തിരിച്ചയച്ചു, ഒരു തെറ്റും കണ്ടില്ല. വീണ്ടും പിലാത്തോസ് വിസ്തരിച്ചു. എന്നിട്ട് പിലാത്തോസ് പുറത്തു കൊണ്ടുവന്ന് യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. മാനവലോകമേ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, നിങ്ങളുടെ സഭ, സമുദായം, മതം, രാഷ്ട്രീയം, അത് നിങ്ങളുടെ കാര്യം. എങ്കിലും ഒരു ചെറിയ ചോദ്യം എളിയവൻ ചോദിക്കുക, ഉത്തരം പറയണം. കോടതി ഒരു പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ബാക്കി പൂരിപ്പിച്ചേ. മക്കൾ ബാക്കി പൂരിപ്പിക്കുക. പൗരബോധം വേണ്ടേ? പൗരബോധം വേണം. ബാക്കി പൂരിപ്പിക്കുക. ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പറ ബാക്കി. എടാ പറയടാ, പിള്ളേർ പറ ബാക്കി. ഞങ്ങളുടെ തലമുറയാണെങ്കിൽ ഇപ്പം പറഞ്ഞേനെ, കൈ ചുരുട്ടി പറഞ്ഞേനെ. അതുകൊണ്ട് ഈ കോടതി ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു? വെറുതെ വിടുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? ആണോ? പക്ഷേ അതാണ് കോടതിയുടെ അടിസ്ഥാനം. കോടതിയുടെ ആപ്തവാക്യം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടരുത്. കോടതി എന്താ പറഞ്ഞേ?
ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കോടതി വെറുതെ വിടണം. പക്ഷേ കോടതി വിധിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ചു വിട്ടയക്കാം. ഏതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത കൊണ്ട് അടിപ്പിക്കാം. സമ്മതിക്കുമോ? വെറുതെ അടിക്കുമോ പോലീസ്? ചുമ്മാ ഒരടി തരുമോ? നമ്മുടെ പൗരബോധം തിളയ്ക്കത്തില്ലേ? എൻ്റെ അറിവ്, എൻ്റെ വായന എവിടെയോ കിടക്കുന്ന ഒരു ഓർമ്മ. തിരുവനന്തപുരത്ത് നിൽക്കുന്ന സാത്വികനായൊരു മനുഷ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ സാർ. എൻ്റെ ഓർമ്മയാണ്, നമുക്ക് എപ്പോഴോ വായിച്ചതാണ്. മുടി വളർത്തിയത് പോലും പ്രതിഷേധമായിട്ട്. അന്നത്തെ ഹിപ്പി സംസ്കാരത്തിൽ ഒരു SI ഇങ്ങനെ ബൈക്കെ കൊണ്ടാടുന്ന കത്രീയമായിട്ട്. എവിടെയോ ഒന്നോ ഒരിക്കൽ വായിച്ചാണ്. അപ്പം അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് മുടി വളർത്തിയത്, പിന്നെ വളർത്തിയതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നു. ശരിയായിരിക്കണം എൻ്റെ ചിന്ത. എങ്കിലും പൂക്കോട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തെറ്റ് ചെയ്യാത്തവനെ അടിക്കാൻ ഒക്കുമോ? ഇല്ല. എന്നിട്ടും അടിപ്പിക്കപ്പെട്ടു. ഇത് കേട്ട താമസം ഈ റോമൻ പടയാളികൾ ഭയങ്കര കിരാതന്മാരാണ്. ഇവിടെ മനുഷ്യനെ ക്രൗരമാക്കും. നമ്മളും കേട്ടിട്ടില്ലേ, ഈ വടിവാൾ കൊണ്ടൊക്കെ വെട്ടിക്കുന്ന ഗുണ്ടകളെ ഒന്നും ആദ്യം മനുഷ്യനെ വെട്ടാൻ വിടത്തില്ല. ആദ്യം അവിടെ വടിവാൾ കൊടുത്തിട്ട് പട്ടിയെ വെട്ടിക്കും, വാഴയെ വെട്ടിക്കും എന്നൊക്കെ പറയുന്നത്. പട്ടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കും. എന്തിനാ? ഇവന് ചോര കാണുമ്പോൾ എന്തോ ചെയ്യരുത്, അറയ്ക്കരുത്. അല്ല, അവൻ വെട്ടിയാൽ മയങ്ങി വീഴും. ചോര മയങ്ങി വീണാൽ എന്തോ ചെയ്യും? പിന്നെ അന്നേരം അവനെ അറസ്റ്റ് ആക്കത്തില്ലേ? വെട്ടിയിട്ട് ഓടണ്ടേ, അന്നേരം പോകണ്ടേ? അപ്പം ചോര കണ്ട അറയ്ക്കാതെ ആക്കണമെങ്കിൽ ക്രൗര്യമാകണം മനസ്സ്. അതിനുവേണ്ടി റോമൻ പടയാളികളെ കൊളോസിയത്തിലൊക്കെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കും. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ, കോഴിപ്പോര്, കാളപ്പോര്, മനുഷ്യരും. എന്തിനാ? മനുഷ്യ മനസാക്ഷിയെ നിർജ്ജീവിപ്പിക്കാൻ. അങ്ങനെ ക്രൗര്യപ്പെട്ട് അവരിത് കേട്ട താമസം അടിച്ചു. റോമൻ ചാട്ടുകൾക്ക് ഒത്തിരി ലെയറുണ്ട്. ആ ലെയറുകളിൽ പല കൊളുത്തുകളും മുള്ളുകളും ഉണ്ട്. അടിക്കുമ്പോൾ ആഞ്ഞു വീണു, എടുക്കുമ്പം പറഞ്ഞു പോകുന്ന മാംസം. അത് അടുത്തൊരു കലിത്തളത്തിൽ ലാച്ചി എടുക്കും, വീണ്ടും അടിക്കും. അടിച്ചു. സംഗീതക്കാരൻ ദീർഘദർശനത്തിൽ അത് കണ്ടു. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകൾ അവർ നീളത്തി കീറി, പുറം കണ്ടം പോലെ ഉഴുതു മറിച്ച്. മക്കളെ, എന്തായിരുന്നു കുറ്റം? ഒരു കുറ്റവും ചെയ്യുന്നില്ല കുറ്റം. അതുകൊണ്ട് ഗുണം വല്ലതും ഉണ്ടോ? ഉണ്ട്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. കണ്ടോ? ഒരുവൻ തെറ്റ് ചെയ്യാഞ്ഞിട്ട് ശിക്ഷയേറ്റത് കൊണ്ട് എന്താ ഗുണം? അവൻ്റെ അടുക്കൽ വന്നിട്ട്, യേശുവേ, അങ്ങെനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റു എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റുകാരനാ, ഞാൻ പാപിയാ, എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. കണ്ടോ? സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാക രക്തം അട്ടിച്ച് തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവനെ അവിടത്തേക്ക് മുൾക്കിരീടം കൊടുത്ത് ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു കഴയും പിടിപ്പിച്ച്. എന്തിനാ? രാജാവാ. അതിന് പകരം ഒരു കഴയും കൊടുത്ത് ഒരു ചെങ്കോലും പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്ന് കുരിശുമെടുത്തുകൊണ്ട് നടന്ന് വസ്ത്രങ്ങൾ പകത്തിട്ട് അഴിച്ചു മാറ്റി കുരിശുമെടുത്തുകൊണ്ട് നടക്കപ്പെടുകയാണ്. എൻ്റെ പൊന്നു പ്രിയരെ, ക്രൂശുമെടുത്ത് വീണ്ടും എഴുന്നേറ്റും ക്രൂശിതൻ പോയി. നമ്മുടെ കർത്താവ് പോയി. എന്തിനാ വീണ്ടും എഴുന്നേറ്റും പോകുന്നത്? തൻ്റെ ചുമലിൽ ഭാരമുള്ള കുരിശുമെടുത്തുകൊണ്ട് വീഴുമ്പോൾ സാധാരണഗതിയിൽ പുറമോട്ട് വീഴത്തില്ല. ഭാരം പുതുകത്തിരിക്കുമ്പോൾ മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ചായിരിക്കും വീഴുന്നത്. കൈകൾ കുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഖമടിക്കാം. അങ്ങനെയെങ്കിൽ മുഖത്തിൻ്റെ ഭാഷ, രൂപം, ഛായ മാറി. പ്രവാചകൻ പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിനാ അവൻ വിരൂപനാണെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ സുന്ദരന്മാരായിരുന്നു. ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ, ഞാനിവിടെ എല്ലാം കൂടെ നടക്കുന്ന ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ അറിയാവുന്നവർക്ക് ഒറ്റ നോട്ടത്തെ അറിയാം. ചത്ത മീൻ്റെ കണ്ണുപോലിരിക്കും. അറിയാം മക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അറിയാം. സ്ഥിരം കുടിയായോ? കണ്ണെല്ലാം തല ഇങ്ങനെ ഒരിക്കും. ഓമനത്തോളം മുഖങ്ങൾ വിരൂപപ്പെട്ടു പോയില്ലേ? നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ ആയത്? പക്ഷെ ഒന്നറിയാം, പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായി. കണ്ടാൽ ആളറിയാത്തവനെ പോലായി. വീണ്ടും എഴുന്നേറ്റും കാൽവറി കുരിശിലേക്ക്, ഗദസമനിലേക്ക് നടക്കപ്പെട്ടു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു.
അവർ യേശുവിനെ ക്രൂശിച്ചു. എവിടെ? രണ്ട് കള്ളന്മാരുടെ നടുവിൽ. ഇവർക്കൊരബദ്ധം പറ്റി കേട്ടോ. ഇവരെ ഓർത്തു നടുക്ക് കിടക്കുന്നവനെ പെരുങ്കള്ളനാ. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റി. ഇവർക്കറിയില്ലായിരുന്നു അവൻ സകലത്തിൻ്റെയും നടുക്ക. അവിടുന്ന് രണ്ട് കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിൻ്റെയും ഭൂമിക്കും നടുക്ക്, മനുഷ്യനും ദൈവത്തിനും നടുക്ക് ഏക മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ. ആകാശത്തിനും ഭൂമിക്കും കീഴെ മാനവരക്ഷയുടെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഏകനാമം. അവിടുന്ന് നടുക്ക് കിടക്കുക. നോക്കൂ, നടുക്ക് കിടക്കുക. അവർ ക്രൂശിക്കപ്പെട്ടു. ഇവരെന്തിനാ ഈ ക്രൂശീകരണം ഇത്ര നിർബന്ധം പിടിച്ചത്? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പോൾ കാണുന്നുണ്ട് വയലിൽ നിന്ന് വരുന്ന കുറേനായ ശീമോനെ ക്രൂശെടുക്കാൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ക്രൂശെടുക്കാൻ നിർബന്ധിക്കാൻ കാര്യം എന്താ? യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. വീണു എഴുന്നേറ്റും പോയപ്പോൾ ഇവർക്കൊരു ചിന്ത തോന്നി, ഗതസമ്മനെ ഗാകുലത്തായി ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു പോകും. ഗാകുലത്തായി വരെ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്രൂശിക്കും? നഗരത്തിനകത്ത് ക്രൂശിക്കാൻ ഒക്കത്തില്ല, വിശുദ്ധ സ്ഥലമാണ്. ഇത് ശാപമരണമാണ്. പുറത്ത് കൊണ്ടുപോകണം. അവിടം വരെ ചെല്ലണ്ടേ? ഇനി ആരെടുക്കും? റോമാക്കാരെടുക്കുമോ? യഹൂദന്മാരെടുക്കുമോ? ശാസ്ത്രിമാരെടുക്കുമോ? ആരുടെ കൊടുത്തു? വയലിൽ നിന്ന് വരുന്ന പാവത്തിൻ്റെ തലയെ വെച്ച് കൊടുത്തു കേട്ടോ. പാവത്തിൻ്റെ തലയിൽ പക്ഷെ ഗുണമുണ്ടായി. അലക്സണ്ടറും രൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ക്രൂശി ചുമന്ന ഭയങ്കര അനുഗ്രഹമാണ്. ക്രൂശി ചുമന്ന അനുഗ്രഹമാണ്. മൂന്നാം തലമുറയിൽ കർത്താവിനെ പ്രസംഗിക്കാൻ എളിവനും ഭാഗ്യം കിട്ടി. ക്രൂശ് ചുമന്നാൽ അനുഗ്രഹമാ. ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോയി. അവരെന്തിനാ ക്രൂശീകരിക്കാൻ കൊണ്ടുപോയത്? ഇവന് എന്തുകൊണ്ട് അവിടത്തേക്ക് ക്രൂശ് മരണം തന്നെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചു? ശാപമരണമാ മക്കളെ, ശാപമരണം. തെളിവ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശാപമായി. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയുടെ മണ്ടയ്ക്ക് നമ്മൾ പറയും, ഭാരത മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മണ്ടയിൽ ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുകളിൽ ശാപമുണ്ട്. എങ്ങനെ വരാം? രണ്ട് വഴിയിലൂടെ വരാം. അമ്മ വഴി, അപ്പം വഴി വരാം. അമ്മ, അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ. വീണ്ടും മേപ്പോട്ട് പൊക്കോ, അപ്പൻ്റെ അപ്പൻ. 4 തലമുറയിൽ ഏതെങ്കിലും കണ്ണീൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും. ഇത് പേറി നടക്കുന്നവർ നിലവിളിക്കുന്നു. എങ്ങനെ രക്ഷിക്കാം? അനുഭവിക്കണ്ടേ? ഇത് മാറാൻ അവിടുന്ന് ശാപവർണ്ണം വഹിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ശാപം, അബ്രഹാമിൻ്റെ അനുഗ്രഹം വരേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി. ഗുണം എന്താ? ഒരുവൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുവെ അങ്ങനെക്ക് വേണ്ടി മരിച്ചെന്ന് സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ബന്ധനങ്ങളെ ക്രൂശിൻ്റെ വചനമുണ്ടല്ലോ, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവശക്തിയായി വ്യാപരിക്കും. ഞാനിന്ന് രാത്രി വളരെ ശാന്തമായി സംസാരിക്കുമ്പോഴും എനിക്കറിയാം ഈ ദേശത്ത് ആ ശക്തി വ്യാപരിക്കുക, ഈ ചുറ്റുപാടിൽ ആ ശക്തി വ്യാപരിക്കുക. ക്രൂശിൻ്റെ വചനത്തിനകത്തൊരു ശക്തിയുണ്ട്. ശക്തി കരങ്ങളടിച്ച് സ്തുതിക്കാവുന്നവന്ന് രാത്രി കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാട്ടാരെ, വീട്ടാരെ, കൂട്ടുകാരെ കേൾക്കണം. പക്ഷേ ഈ ക്രൂശിൻ്റെ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ വ്യക്തി ഈ ക്രൂശിൻ്റെ ശക്തിയുമായി, ഈ ക്രൂശിതനുമായി തൻ്റെ വീട്ടിലേക്ക് പോയാൽ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിൻ്റെ കുടുംബവും രക്ഷമാക്കി. ഇതിന് വേറെ ശക്തിയുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി അനുഭവങ്ങൾ. അപ്പം കുടിയൻ, അമ്മ തളർന്നു കിടക്കുന്നു, BBSൽ വന്ന കുഞ്ഞ് യേശുവുമായിട്ട് പോയി, ആ വീട് രക്ഷപ്പെട്ടു. ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ യേശുവുമായിട്ട് ആ വീട്ടിൽ നിന്ന് യേശുവെ എന്ന് വിളിച്ചാൽ നിന്റെ വീടിനെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ. അർക്കം ഋഗജം രഗനം ശകനം ദിഗനം രഗജം രഗനം ദാരം അർക്ക റിക്ക രഗ നഗ ധര ദിന രഗധര ദിഗന്ധര ദഗന രഗന. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ട അമ്മ നിന്റെ വീടിനകത്ത് വ്യാപരിക്കും. അമ്മച്ചി ഒറ്റയ്ക്കായിരിക്കാം, അപ്പച്ചൻ ഒറ്റയ്ക്കായിരിക്കാം, മക്കൾ ഇന്ന് വഴിതെറ്റി പോയിരിക്കായിരിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത്. നശിച്ചു പോകുന്നവർക്കെതിരെ ഭോഷത്വം, നശിച്ചു പോകുന്നവർക്കെതിരെ മണ്ടത്തര. അവർ ഞങ്ങളെ കല്ലെറിയും, അവർ ഞങ്ങളെ ഓടിക്കും. പക്ഷേ ഇതുമായിട്ട് ഒരാൾ നിന്ന കഴിഞ്ഞ രാത്രി എന്നോട് ഞങ്ങളുടെ വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു,
അദ്ദേഹം ആ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ ആ ബൈപ്പാസ് റോഡിൽ ആ നാട്ടിലെ മുഴുവൻ തലമുടി കൊണ്ടിടുന്ന സ്ഥലം, മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലം, രാത്രി പോലും ആളുകൾ അതുവഴി നടക്കാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഏരിയ ആയിട്ട് മാറി. എന്താ? ഒറ്റ മനുഷ്യൻ ആ സ്ഥലത്ത് വീട് മേടിച്ച് അവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സിറ്റുവേഷൻ, ആ സ്ഥലത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറിയെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് ദേശത്ത് വ്യത്യാസം ഉണ്ടാകും. കരമടിച്ച് സ്തുതിച്ച് റെക്ക റിക ദഗ ധന ചില ഗ്രാമങ്ങളിൽ വിടുവിക്കപ്പെടും. അയൽ വീടുകളിലെ മദ്യപാനാസക്തി മാറും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അപ്പുറത്തെന്നും ചീത്തവിളിയാണെങ്കിൽ തിരിച്ച് ചീത്ത വിളിക്കരുത്. കൈനീട്ടി പ്രാർത്ഥിക്കണം, കൈനീട്ടി പ്രാർത്ഥിക്കണം. നിന്റെ ചുറ്റുപാടിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ റക്ക റിക്ക ദഗന രഗന ഹന്ത രഗജ രബന ശകന. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവമക്കൾ ദേശത്തൂടൊക്കെ നടന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഞങ്ങളെ നിങ്ങൾ ഒറ്റുകാരായി കാണരുത്. ഞങ്ങൾ ദേശത്തിൻ്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കും. മക്കൾ ഒഴുകി പോകുക ട്രക്ക് അഡിക്റ്റായിട്ട്. ഇത് കണ്ടുകൊണ്ട് നോക്കാൻ ഒക്കത്തില്ല. കഞ്ചാവ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. ഞാൻ പോയി പ്രാർത്ഥിക്കുന്നവനാ. ഓരോ സ്ഥലങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്താ കാര്യം? ഞങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാ. കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. കരമടിച്ച് സ്തുതിച്ച് രാത്രി പറ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ദൈവശക്തി. ഋഗനം ജഗനം അടനം അതനം ഋഗ ദഗനം ഷാരം ധേര ധേര ധേനെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, മക്കളെല്ലാം പ്രാർത്ഥിച്ചേ. ആ ക്രൂശിൻ്റെ വചനത്തെ വിശ്വസിച്ചാൽ ഉണ്ടല്ലോ, ശിക്ഷകൾ മാറും, ശിക്ഷകൾ മാറും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? എന്നെ ആര് രക്ഷിക്കും? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞ്, തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. പ്രിയരേ, ഇന്ന് ഭാരതഭൂമി കാണുന്നൊരു കാര്യമുണ്ട്. സുവിശേഷകരെ ഓടിച്ചിട്ട് അടിക്കുക. പ്രത്യേകിച്ച് വീഡിയോ ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തിയിടുന്നുണ്ട്. അടിക്കുന്നവർ തന്നെ. എന്തിനാ? നാളെ മറ്റുള്ളവരും കണ്ട് ഇത് തന്നെ ചെയ്യണം. അടി ഇടിയൊക്കെ ഇട്ട് ഞാൻ പോയി പലരും കണ്ടു. ജയിലിൽ കിടക്കുന്നവർ, ജയിലിൽ അവർ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരങ്ങ് സ്ട്രോങ് ആയി. ഞാൻ കണ്ടൊരു പെൺകുട്ടി, കൊച്ചു പെണ്ണ, അവളായിപ്പോൾ അപ്പൻ ജയിലിൽ കിടക്കുമ്പോൾ യോഗം നടത്തുന്നത്. അവളങ്ങ് ബലപ്പെട്ട് 10-16 വയസ്സുള്ള പെണ്ണ് യോഗം നടത്തുക. അപ്പൻ ഇറങ്ങുന്നിടം വരെ ഞാൻ നടത്തുമെന്ന്. പ്രിയരെ, എന്തുകൊണ്ടാണെന്നറിയാമോ നിൽക്കുന്നത്? നിങ്ങൾ അറിയണം. ഞങ്ങളെ ഇന്ന് കഴുത്തെടുത്ത് വീഴ്ചാൽ, കഴുത്തെ കൊണ്ട് കത്തി വെച്ചിട്ട് യേശുവിനെ കളയാൻ പറഞ്ഞാൽ ഞങ്ങൾ കളയില്ല. നിങ്ങൾക്കറിയില്ല അതിൻ്റെ രഹസ്യം. അറിയണം. എനിക്ക് 52 വയസ്സായി. കഴുത്തട്ട് വീണാൽ കഴുത്തിറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭാര്യയെ ഓർത്ത് കൊച്ചുങ്ങളെ ഓർത്തെന്ന് പറയുക. ഇനി എനിക്ക് യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാൾ ജീവിക്കും? ഇനി ഞാൻ എത്ര നാളൂടെ ജീവിക്കുമെന്ന് ഈ പറയുന്നേ? ഞാൻ കൂടി വന്ന 10, 20, 25, 30 വർഷത്തിൽ കൂടുതൽ ജീവിക്കുമോ? ഇല്ല. എന്നാൽ ഇപ്പം കഴുത്തറത്ത് വീണാലും ഞങ്ങളുടെ അകത്ത് തിളയ്ക്കുന്ന ഒരു ധൈര്യമുണ്ട്. യുഗങ്ങൾ നിത്യത. അതുകൊണ്ട് നിത്യത നഷ്ടപ്പെടുന്ന ഭീഷണികൾക്ക് മുമ്പിൽ പ്രിയരെ ഇവർ വഴങ്ങത്തില്ല. അത് തെറ്റിദ്ധാരണയാ. സിറിയയിലൊക്കെ കണ്ടിട്ടില്ല, നേരത്തെ നിർത്തി കഴുത്തറുത്തപ്പോഴും അവർ യേശുവിനെ വിളിച്ചുകൊണ്ട് മരിച്ചു വീണത് ഒറ്റ ഉറപ്പാ. ഹല്ലേലൂയ. യേശുവിലൂടെ ഞങ്ങളുടെ മരണം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം ഈ രാത്രി ഞാൻ പറയാ, ഡൂ ഓർ ഡൈയുടെ മുമ്പിൽ ആ വിശ്വാസികൾ. മരിക്കേണ്ട വന്നാൽ വിട്ടേച്ച് പോകരുത്. ഭരിച്ചേണ്ട വന്നാൽ കുഞ്ഞുങ്ങളെ പോകരുത്. അടിച്ചാൽ, കഴുത്തറ്റ് വീണാൽ, നീ കൂടി വന്നാൽ, ജീവിച്ചാൽ 10 വർഷം 20 വർഷം അതോ കുറ്റബോധത്തിൻ്റെ പിടിയിലമർന്ന് ഇത്ര നല്ല ഗുരുവിനെ ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള ഒറ്റുകാരൻ എന്ന ഭീതിയിലും പശ്ചാത്തലത്തിലും കുറ്റബോധത്തിലും ജീവിക്കുമ്പോൾ അന്നേരം കഴുത്തറുത്ത് വീണാലും രക്തം സംസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനെ വെറുത്തതാം രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ ആന്തിനാം അയോധനം ചെയ്യണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. ഞങ്ങൾക്കാരോടും പിണക്കില്ല. ഞങ്ങൾ ആര് അടിച്ച തിരിച്ചടിക്കില്ല, വഴക്കിന് വഴക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യേശു ഞങ്ങളുടെ മരണം മാറ്റിയത് കൊണ്ട് അവിടുന്ന് മരിച്ചു. ഞങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്വോത്രം, 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 സ്വോത്രം. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ ഉണ്ടാകുന്ന അറിയാമോ?
യേശു 2000 വർഷം മുമ്പ് മാനവകുലത്തിന് വേണ്ടി മരിച്ചു, ശിക്ഷയേറ്റു, ശാപമൃത്യു മരിച്ചു, ശാപമായി, അടിയേറ്റു, ദരിദ്രനായി. എന്തുകൊണ്ട്? മനുഷ്യനെ തേടി. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ ഉണ്ടാകുക? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദിശണാശക്തിയും ഉപയോഗിച്ച് യേശുവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഒറ്റ നിമിഷം സ്വീകരിച്ചാൽ അവൻ ക്രൂശിൽ ക്രിസ്തുവിലായി. പിശാച് വരും, പറയും ഇന്ന മാസം ഇത്രാം തീയതി അവൻ ഇന്ന തെറ്റ് ചെയ്ത പ്രകാരം ഇന്ന അടി കൊടുക്കണം, ഈ ശിക്ഷയ്ക്ക് അവൻ പാത്രീഭൂതനാ. കർത്താവ് പറയും ശരിയാ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, അവനിപ്പോൾ എന്നില്ല, അവൻ്റെ തെറ്റ് എൻ്റെ മേലാ. അവൻ സ്വതന്ത്രനായി. ഇതാണ് ക്രൂശി നടക്കുന്നത്. സ്വതന്ത്രനായി. അവൻ്റെ ശാപം മാറി, അവൻ്റെ ശിക്ഷ മാറി, മരണം മാറി യേശുവിൽ. ഈ രാത്രി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഒരാൾ പോലും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. ചില കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്ത ചില പാപങ്ങൾ, ചില മേഖലകളിൽ നിന്ന് മോചനം കഴിയുന്നില്ലേ? യേശുവിൻ്റെ ക്രൂശിൽ ആശ്രയിക്കുക. യേശുവേ എന്നെ രക്ഷിക്കണം, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണ പാപത്തിൻ്റെ ചുവട്ടിലാ ഞാൻ. ആ നുകം എന്നെ പിന്തുടരുന്ന രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്റെ നുഖത്തെ ഉടയ്ക്കാൻ കഴിവുള്ള ഒന്നുണ്ട്, യേശുവിൻ്റെ ശക്തി, ക്രൂശിൻ്റെ ശക്തി. റബന ഹദന. എൻ്റെ ഭർത്താവ് മദ്യപാൻ, എൻ്റെ കുഞ്ഞ് വഴിതെറ്റി, എൻ്റെ കർത്താവെ എൻ്റെ കുടുംബം നരകക്കുഴിയില്ല, നരകിക്കുക ഞാൻ. നിന്റെ നരകത്തെ സ്വർഗമാക്കാൻ കഴിയുന്നൊരു യേശുണ്ട്. യേശുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോചത്ത്, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയായ യേശുവിന്റെ ഭാഷ. സ്വത്രം 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 സ്വത്രം. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ ഭാഗിച്ചു. പാപത്തെയും സാത്താനെയും കാൽവറിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. ജയം 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 ജയം. എഴുന്നേറ്റ് നിൽക്കാവുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന്, ഇറങ്ങിപ്പോകാൻ വേണ്ടി അല്ല കേട്ടോ, എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരമടിച്ച്. ചില വ്യക്തികൾ മുമ്പിലോട്ട് പോയെന്ന് എനിക്ക് പറയാം. യേശുനാമത്തിനു ജയം ജയം എപ്പോഴോ. ശത്രുഗേണ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗേണ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴോ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴോ. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിൽ.
സന്തോഷത്തോടെ we are celebrating the victory on the cross. ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ, ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ, ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം എപ്പോഴും. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ള ദിന ജയം ജയം എപ്പോഴും, നായകനായുള്ള ദിന ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഈഗോരാജോ റൈഡോരാജോ ശക്തോരാജോ പ്രജോരാജോ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 ജയമേ, ഹല്ലേലൂയ, 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 പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, ശിക്ഷയുടെ മേൽ, മരണത്തിന്റെ മേൽ, ഹല്ലേലൂയ, ജയമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh Jesus, hallelujah, 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 hallelujah. Praise the Lord. പാപത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ ജയം തരാൻ കഴിയുന്ന ഒന്ന് ക്രൂശിന്റെ വചനം. ക്രൂശിതൻ. ഹല്ലേലൂയ. ചേർന്ന് പറയാം, ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭവിഷ്യത്താണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ഈ ദൈവശക്തി ഇന്ന മേഖലകളിൽ എൻ്റെ ഭവനത്തിൽ, എനിക്ക്, എൻ്റെ മക്കളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത് വ്യാപരിക്കണം.
അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ദേശത്തേക്ക് പ്രാർത്ഥിച്ചേ. ആ ദൈവശക്തി, ചില പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ചില വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഭയങ്കര ശക്തിയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് ക്രിസ്തുവിനോടുള്ള ദൈവശക്തി വ്യാപരിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചിലരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ അകത്ത് യേശുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് വരുവാൻ, ഞാൻ പാപി, എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയിലൂടെ രക്ഷാനിർണയം പ്രാപിപ്പാൻ ഇടയാക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശു ശിക്ഷയേറ്റു, നമ്മൾ സ്വതന്ത്രരായി. യേശുക്രിസ്തു ശാപമായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. യേശുക്രിസ്തു മരിച്ചു, നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരണം നമ്മുടെ മരണമാകാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, മറക്കരുത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, അങ്ങനെ സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ മരിക്കുക, അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ, മരണത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് അനുവദിച്ചിരിക്കുന്ന സ്നാനം വഹിക്കണം. വീട്ടിൽ പോയി റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറക്കരുത് ക്രൂശിൻ്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു ചെറിയ ചോദ്യം, പല്ല് തേക്കുന്നവരൊന്ന് കൈപോക്കാം. ഒക്കുമല്ലോ, നല്ല കാര്യമല്ല. എന്നും ഒന്നും പ്രാർത്ഥിക്കേണ്ട, എന്നാലും രാവിലെ എപ്പോഴെങ്കിലും ഒന്ന് പല്ല് തേക്കുമ്പോഴെങ്കിലും ഈ മുണ്ടെടുത്ത റാന്നിക്കാരൻ, പ്രിൻസിപ്പാൾസെ, കുടുംബത്തെ, 4 കുഞ്ഞുങ്ങൾ, സഭ ഒന്നോർത്ത് 1 മിനിറ്റ് ഉപവസിക്കുമൊന്നും വേണമെന്നില്ല, ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എളിയവർ നിന്ന് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കരമുയർത്തി ശക്തിയോടെ മഹത്വം ദൈവത്തിന് അർപ്പിക്കാം. രാത്രി വളരെ വ്യക്തമായി കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ദേശത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാൽവറി ക്രൂശിന്റെ സ്നേഹത്തെ വരച്ചു കാണിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ നമ്മെ ഇടയാക്കി തീർത്ത അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി മഹത്വം ദൈവത്തിന് അർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ വീണ്ടും ശക്തമായി കർത്താവ് നൽകിയിരിക്കുന്ന ആയുസ്സോളം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു തോമസ് അവരുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ജേക്കബ് വർഗീസ് അവരുകൾ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. നാളെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ നമ്മുടെ നടുവിൽ കടന്നു വരുന്നു. പാസ്റ്റർ KJ മാത്യു പുനലൂർ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. കൃത്യം 5:30 തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ പന്തലിൽ എത്തണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നാളെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവ ജനം ഇവിടെ കടന്നു വരും. നാളെയും സിസ്റ്റർ ഷെറിൻ, സിസ്റ്റർ ഷോണിയ എന്നിവർ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവിന്റെ ദാസന്മാരും കൂടെ ഉണ്ടായിരിക്കും. രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. പ്രിയ ദൈവദാസന്മാർ പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ രാത്രിയുടെ യാമത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം. ഈ കൺവെൻഷന്റെ 2-ാം രാത്രിയിൽ അങ്ങയുടെ വചനം ശക്തമായി ഈ ദേശത്തോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള അങ്ങയുടെ വചനം അങ്ങയുടെ ദാസനിൽ കൂടെ ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. താവേ, ജന്മം കൊണ്ടോ ഞങ്ങൾ പാപികളായിരുന്നു എങ്കിലും അവിടുത്തെ കാൽവരി ക്രൂശിലെ മരണത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ചു തന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ തങ്കരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച അവിടുത്തെ കൃപകൾക്കായി നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവേ, അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി ഇത്രത്തോളം സമയം നിലനിർത്തിയ കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. പിന്നെ നിന്റെ ദാസന്റെ ശുശ്രൂഷയെ ദൈവം മാനിക്കണമേ. ആ കുടുംബത്തോട് സഭയോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. താവേ, ഈ സഭയെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും അനുസരണമായി ഈ ദേശത്ത് ആത്മാക്കളെ കാണുവാൻ, ചിലർ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ
അവിടുന്ന് ഇടയാക്കണമേ. ഈ വചനം കേൾക്കപ്പെട്ടതായിരിക്കുന്ന ചില പാപികൾ മാനസാന്തരപ്പെടുവാനും ചില സ്നാനത്തിലേക്ക് കൈക്കൊള്ളുവാനും അവിടുന്ന് ഇടയാക്കണമേ. രോഗികളായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ രക്തത്താലുള്ള വിടുതൽ പാപത്തിന് മാത്രമല്ല രോഗത്തിനും മതിയായ ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. നാളെ നടക്കുന്നതായിരിക്കുന്ന ശുശ്രൂഷയും മാനിക്കണമേ. കടന്നു വരുന്ന ദൈവദാസനെ ആത്മശക്തിയോടെ അയക്കണമേ. ഇവിടെ കർത്താവേ ഗാനങ്ങൾ ആലപിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആദ്യം ഇവിടുന്ന് പരിശുദ്ധാത്മാവ് തന്നെ മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് വചനം സൂക്ഷിച്ച കർത്താവിൻ്റെ ദാസനോടും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഭൂലോകം പെടാൻ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.